നിരാലംബർക്ക് വീട് നൽകുക എന്ന ലക്ഷ്യത്തോടെ ക്ലരീഷ്യൻ വൈദികനായ ഫാദർ ജോർജ് കണ്ണന്താനം രൂപം നൽകിയ പ്രൊജക്ട് ഷെൽട്ടറിൻ്റെ 2ാം വാർഷികം ആഘോഷിച്ചു. 24 മാസം കൊണ്ട് 30 മനോഹരമായ കോൺക്രീറ്റ് വീടുകളാണ് പ്രൊജക്ട് ഷെൽട്ടർ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് നിർമ്മിച്ചു നൽകിയത്. നിരവധി വീടുകൾ നിർമ്മിക്കാനുള്ള സ്ഥലത്തിന് വാർഷികത്തോടനുബന്ധിച്ച് കുറ്റിയിടുകയും ചെയ്തു. എല്ലാ ദിവസവും പാവങ്ങൾക്ക് ഒരു വീട് നൽകുക എന്നതാണ് തങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് ജോർജ് അച്ഛൻ പറയുന്നു. ഞാൻ എൻ്റെ 35 വർഷത്തെ വൈദിക ജീവിതത്തിൽ ഇപ്പോൾ ഏകദേശം 1500-ൽ കൂടുതൽ വീടുകളായി. പ്രൊജക്ട് ഷെൽട്ടറിൻ്റെ വീടുകൾ നമ്മളിപ്പോൾ ഇന്നുകൊണ്ട് നമ്മൾ 30 വീടുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഏറ്റവും അവസാനം നമ്മുടെ ഭവന പദ്ധതി ചെയ്തത് മയാൻമറിലാണ്. അപ്പോൾ മയാൻമറിൽ അവിടെ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ 60 വീടുകൾ അതൊക്കെ താൽക്കാലിക വീടുകളാണ് നമ്മൾ വെച്ചു കൊടുത്തത്. അങ്ങനെ എവിടെയൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, സുനാമി ആകട്ടെ, നേപ്പാളിലെ എർത്ത്ക്വേക്ക് ആകട്ടെ, അല്ലെങ്കിൽ വയനാട്ടിലും കേരളത്തിലുമൊക്കെ ഫ്ലഡ് വന്നപ്പോൾ നമ്മൾ പണിയിച്ച വീടുകൾ, അങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്ക് എവിടെയൊക്കെയാണോ മനുഷ്യന് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ വേദനിക്കുന്നത് അവിടെയൊക്കെ നമ്മൾ വീട് പണിയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 16 വർഷമായിട്ട് ബാംഗ്ലൂരിൽ കുഷ്ഠരോഗം ബാധിച്ച ആൾക്കാരുടെ കൂടെയാണ് താമസിക്കുക. സുമനഹള്ളി സൊസൈറ്റി എന്ന് പറയും. അത് സമൂഹത്തിൽ ആർക്കും വേണ്ടാത്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കുഷ്ഠരോഗം വരുമ്പോൾ അവരെ വീട്ടിൽ നിന്ന് അവരെ പറഞ്ഞു വിടും. അവരുടെ ഗ്രാമത്തിൽ പോലും പ്രവേശിക്കാനോ ജീവിക്കാനോ പറ്റാത്ത സാഹചര്യത്തിൽ അവർ ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിലേക്ക് വന്ന് അവർ താമസിക്കുന്നത് എവിടെയാണ്? റോഡ് സൈഡിൽ. എങ്ങനെയാണ് താമസിക്കുന്നത്? ഒന്നെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷെഡ്, അല്ലെങ്കിൽ ഒരു ഓലയുടെ ഒരു കൂര, അതിനടിയിലാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഡയറക്റ്റ്ലി കാണുകയും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ വേദന മനസ്സിലാക്കിയിട്ടാണ് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല വീടുണ്ടെങ്കിൽ മനുഷ്യന് ഒരു അന്തസ്സോടെ ജീവിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് വീടുകളുണ്ടാക്കുന്ന കാര്യത്തിലേക്ക് ഞാൻ വന്നത്. 1000 പേരുടെ കയ്യിൽ നിന്ന് വെറും 1000 രൂപ മാത്രം കളക്ട് ചെയ്ത് ഓരോ മാസവും ഒരു വീടുണ്ടാക്കുക എന്നൊരു ആശയമായിരുന്നു ഞങ്ങളുടേത്. പക്ഷെ അത് ഫസ്റ്റ് ഇയറിൽ തന്നെ 10 വീട് കൊടുക്കാൻ പറ്റിയതുകൊണ്ട് ഞങ്ങൾ 2ാമത്തെ വർഷം മുതൽ 2 വീടെന്നാക്കി എല്ലാ മാസവും. അപ്പോൾ ഇന്ന് ഈ 2 വർഷം ആനിവേഴ്സറി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് സക്സസ്ഫുൾ ആയതുകൊണ്ട് അടുത്ത വർഷം ഞങ്ങൾ എല്ലാ മാസവും 3 വീടുണ്ടാക്കണം എന്നുള്ളൊരു പദ്ധതിയിലാണ്. ഇങ്ങനെ വളർന്ന് ഒരു ദീർഘകാല സ്വപ്നമെന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരു വീട് കൊടുക്കാൻ പറ്റണം എന്നുള്ളൊരു പദ്ധതിയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. ഇതെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഏതൊരു മതത്തിനോ ഒരു ജാതിക്കോ അങ്ങനെയുള്ള ഒരു ഡിഫറൻസ് ഒന്നുമില്ലാതെ ഒരു സെക്യുലർ നേച്ചർ ആയിരിക്കണം ഇത് എന്ന് ഞങ്ങൾക്ക് വളരെയധികം താല്പര്യമുള്ള കാര്യമാണ്. അങ്ങനെയുള്ളപ്പോഴാണ് കണ്ണന്താനം അച്ഛനുമായിട്ട്, ജോർജ് കണ്ണന്താനം അച്ഛനുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹത്തിന് ഞങ്ങൾ ഇങ്ങനെ ഒരു ഓഫർ കൊടുത്തു. ഞങ്ങളൊരു 4 ഏക്കർ സ്ഥലം വിത്ത് നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം, നിങ്ങൾക്ക് ഇപ്പം ഞങ്ങളീ പറയുന്നത് പോലെ ഉള്ള വീടുകളും സാഹചര്യങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും ഞങ്ങൾ ഈ പറഞ്ഞ സ്ഥലം ഈ ഹോപ്പ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വർഷം കൊണ്ട് 12 വീട് ഉണ്ടാക്കേണ്ടതിന് പകരം 30 വീട് ഉണ്ടാക്കി കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഇരട്ടിയിലധികം നേട്ടം കൊയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട്. അതായത് പലപ്പോഴും പലരും പല പദ്ധതികളും പ്രഖ്യാപിക്കുമെങ്കിലും അവരോട് അത് എത്താറില്ല. എന്നാൽ ഇവിടെ ജോർജ് അച്ഛൻ അതിമനോഹരമായ രീതിയിൽ, അത് നല്ല വീട്, നമുക്ക് നല്ല മനോഹരമായ 2 മുറിയുള്ള, നല്ല ഹാളുള്ള, ടോയ്ലറ്റുള്ള മനോഹരമായ 2 മുറിയുള്ള വീടാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഇത് 3ാമത്തെ വീടാണ് നമ്മൾ കൈമാറുന്നത്. പ്രോജക്റ്റ് വിഷൻ്റെ 2ാം വാർഷികത്തിൽ 30 വീടോളം കംപ്ലീറ്റ് ചെയ്ത് ഒരിക്കലും സ്വന്തമായിട്ട് വീട് പണിയാൻ പറ്റാത്ത ആൾക്കാർക്ക് ആണ് നമ്മൾ വീട് കൊടുക്കുക. അത് ധാരാളം ആൾക്കാർ നമ്മുടെ ഈ പ്രോജക്റ്റ് അറിഞ്ഞപ്പോൾ ആപ്ലിക്കേഷൻ തരുന്നുണ്ട്. പക്ഷേ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചു. അതിനുശേഷം നമുക്കൊരു കമ്മിറ്റിയുണ്ട്. അവർ ആ വീടുകളിൽ പോയി ആ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അയൽക്കാരോട്ട് കണ്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ച് അവരെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ചിട്ടാണ് നമ്മളെ ശരിക്കും സഹായം അർഹിക്കുന്ന കുടുംബമാണെങ്കിൽ മാത്രമേ നമ്മൾ അവർക്ക് വീട് കൊടുക്കാൻ തീരുമാനിക്കുള്ളൂ. ഓരോ മാസവും 10 ലക്ഷം രൂപയുടെ ഒരു വീട്, ഇതാണ് ഞങ്ങളുടെ ആശയം. അത് നമുക്ക് ഏകദേശം ഇപ്പം 1000-ൽ കൂടുതൽ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്, 1000 രൂപ തരുന്ന ആൾക്കാർ. പക്ഷെ അത് മാത്രമല്ല,
ഈ പദ്ധതി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വീടിന് ആവശ്യമുള്ള 10 ലക്ഷം രൂപ മുഴുവനായിട്ട് തരാനായിട്ട് ഏകദേശം 13 വീടിൻ്റെ പൈസ നമുക്കിപ്പോൾ ആൾക്കാർ തന്നിട്ടുണ്ട്. വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ കൂടി വീട് പണിയുന്നുണ്ട്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ലൈഫ് മിഷൻ പരിപാടിയിൽ അവർ തുടങ്ങി വെച്ച വീടുകൾ തീർക്കാൻ പറ്റാത്തത് അവരോടൊപ്പം ചേർന്ന് ആ വീടുകൾ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ പല പാർട്ട്ണർഷിപ്പും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ ഞങ്ങളൊന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാം നമ്മൾക്ക് അനുകൂലമായി മാറ്റിത്തരാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്നുള്ള വലിയ തിരിച്ചറിവ് നമുക്ക് ഈ ഒരു ഘട്ടത്തിലുണ്ടായി. ദൈവം തമ്പുരാൻ എത്രയും പെട്ടെന്ന് ഒരു തടസ്സവും കൂടാതെ ഈ വീടിൻ്റെ പണി പൂർത്തീകരിക്കുകയും അജിതക്കും ആ കുടുംബത്തിനും നല്ല സമാധാനത്തോടുകൂടി ഈ വീട്ടിൽ താമസിക്കുവാനും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നു. ദൈവത്തിൻ്റെ മക്കളെയൊക്കെ അന്തസ്സോടെ ഈ ലോകത്തിൽ ജീവിക്കാനുള്ള അവർക്ക് വേണ്ട ഭക്ഷണവും അവർക്ക് വേണ്ട പാർപ്പിടവും ഒക്കെ ഒരുക്കേണ്ടതും ഒരു വൈദികൻ്റെ കടമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. ഓരോ വീടില്ലാത്ത ആൾ എന്താ ചെയ്യുക? അവരൊന്ന് പ്രാർത്ഥിക്കും അല്ലേ? ഈ പ്രാർത്ഥന ചെല്ലുന്ന ദൈവം അതിനൊരു ഉത്തരം കൊടുക്കണ്ടേ? അപ്പം ദൈവം ആ ഒരു പ്രാർത്ഥന വരുമ്പോൾ ഇത് ചെയ്യാൻ സന്മനസ്സുള്ള ആൾക്കാരെ ദൈവം ഒരുക്കി കണ്ടെത്തി അവരിലേക്ക് ഈ പ്രേരണ കൊടുത്ത് ഈ ഒരു ഭവനമില്ലാത്ത വ്യക്തിക്ക് വീടുണ്ടാകാനുള്ളത് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമല്ലേ? ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഉത്തരവാണത്. അപ്പോൾ അത് എൻ്റെ ഒരു പ്രോജക്റ്റ് അല്ല. ഈ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ ഒരു ഉത്തരം ദൈവം എന്നിലൂടെ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് പങ്കെടുക്കുന്ന എല്ലാവരും സത്യം പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഞങ്ങൾ കളമശ്ശേരിയിൽ ശശി എന്ന് പറയുന്ന ഒരാൾ വീട് കൊടുക്കാൻ പോയി. 15 വർഷമായിട്ട് കിടപ്പ് രോഗിയാണ്. അപ്പോൾ ഈ കിടപ്പ് രോഗിയാണ് ഒരു കൂരയിൽ നമ്മൾ മനോഹരമായൊരു വീട്ടിലേക്ക് മാറ്റുന്നത്. ആ കുടുംബത്തിൻ്റെയും ആളിൻ്റെയൊക്കെ ഒരു സന്തോഷം ഇത് കാണുമ്പോൾ ഇനിയും കൂടുതൽ ചെയ്യാനുള്ള വലിയൊരു പ്രേരണയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഈ ലോകത്തിൽ 6 പേരിൽ ഒരാൾക്ക് വീടില്ല. നമ്മുടെ രാജ്യത്തറിയാമല്ലോ എത്രയോ കുടുംബങ്ങളാണ് വീടില്ലാത്തവർ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഒരു വീട് കൊടുത്താൽ പോലും ഒന്നും തികയില്ല. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് വളർന്ന് വലുതായി നമ്മുടെ നാട്ടിലെല്ലാവർക്കും വീടുണ്ടാകുന്ന ഒരു സാഹചര്യം, അതാണ് എൻ്റെ സ്വപ്നം.